ലവ് സ്റ്റോറി പ്രതീക്ഷിക്കുന്നതിലുപരി വിജയമായി. അപ്പോൾ മണിസാർ പറഞ്ഞു നമ്മളോട്, നമുക്ക് ഉടനെ അടുത്തൊരു പടം ചെയ്താലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മണിസാറിൻ്റെ പടം ഇപ്പം നമ്മളൊന്ന് ചെയ്തതല്ലേ ഉള്ളൂ, ഇനിയിപ്പോൾ ഉടനെ അടുത്തൊരു പടം, അതിനിപ്പോൾ എന്താണ്, നമ്മുടെ ആർട്ടിസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. നമുക്കിപ്പോൾ ഒരു സാധാരണ ഒരു ചെറിയ സബ്ജക്റ്റൊക്കെ ചെയ്യണമെങ്കിൽ ഒരുപാട് വലിയ ആർട്ടിസ്റ്റുകളൊന്നും ഇല്ലല്ലോ. മാത്രമല്ല എനിക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് ഉള്ളതുകൊണ്ട് തുടരെ പടങ്ങൾ കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് സാജൻ ഫ്രീ ആണെങ്കിൽ നമുക്ക് ഉടനെ ഒരു പടം പ്ലാൻ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, സാജനടുത്ത് കഥ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാനിപ്പോൾ അന്ന് ഈ മലയാള മനോരമ വീക്കിലിയും മറ്റു വാരികകളും മനരാജ്യവും മംഗളമൊക്കെ വായിക്കുന്ന കൂട്ടത്തിലാണ് ഞാനും എൻ്റെ വൈഫുമൊക്കെ. അന്ന് ടി വി ഒന്നും അത്ര നമ്മൾ കൂടുതൽ കണ്ടിട്ട് ഒന്നും പ്രാധാന്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കൂടുതൽ വായനയാണ് കൂടുതൽ. അത് പണ്ടേ എനിക്കൊരു വായനയാണ്, ഇപ്പോഴും വായനയാണ് ഇഷ്ടം. മുട്ടത്തുറക്കിയുടെ നോവലുകളെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്. കാനയിലെ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വായന. വീക്കിലികളിൽ എല്ലാം ഞാൻ വായിക്കാം. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, ശാസ്താംകോട്ട കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു ലെക്ചർ MD രത്നമ്മ, അവർ മനോരമയിലാണോ വേറെ ഏതോ വാരികയാണെന്നല്ല, നാളെ ഞങ്ങളുടെ വിവാഹം എന്നൊരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട്, നല്ല ഒരു കഥയാണ് എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നമുക്കത് നോക്കാം എന്ന് പറഞ്ഞു. നാളെ ഞങ്ങളുടെ നല്ല ടൈറ്റിൽ സാറിന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു, ഇതിൽ വലിയ ആർട്ടിസ്റ്റൊന്നും ഇതിനകത്ത് വേണ്ടി വരില്ല, ഇതും ഒരു ചെറിയ ലവ് സ്റ്റോറിയും ചെറിയ പ്രതികാരവും ഒക്കെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആരൊക്കെയാണെന്ന് ഉദ്ദേശിച്ചു. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഏതായാലും നമ്മുടെ ലവ് സ്റ്റോറി ഷഫീഖ് അഭിനയിച്ചു, രോഹിണി അഭിനയിച്ചു, അവർ തന്നെ നമുക്ക് ആവാം. പിന്നെ ശങ്കർ വേണം അതിനകത്ത്. പിന്നെ നമ്മൾ വേറെ ചില ആർട്ടിസ്റ്റുകളുടെ പേരൊക്കെ പറഞ്ഞു. പിന്നെ ചുനക്കര തിരുവനന്തപുരത്തുണ്ട്, ശ്യാംജി മണിസാറിൻ്റെ എപ്പോഴും സ്ഥിരം മ്യൂസിക് ഡയറക്ടറാണ്. നമുക്കങ്ങനെ ആലോചിക്കാമെന്ന് പറഞ്ഞു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. നാളെ ഞങ്ങളുടെ വിവാഹത്തിൻ്റെ റൈറ്റ്സ് നമ്മുടെ അരോമ മോഹൻ പ്രൊഡക്ഷൻ കൺട്രോളർ വാങ്ങുന്നു. സ്ക്രിപ്റ്റ് എഴുതാനായിട്ട് കല്ലൂർ ഡെന്നിസിനെ ഏൽപ്പിക്കുന്നു. ഡെന്നിസിന് ഈ കഥ വായിച്ചിട്ടുണ്ട്. ഞാൻ വിളിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ അരോമ മണിസാറിൻ്റെ പടം ഈ നാളെ ഞങ്ങളുടെ വിവാഹം MD രത്നമ്മയുടെ നോവൽ വാങ്ങിയിരുന്നു. അപ്പോൾ അദ്ദേഹവും ഈ എല്ലാം ഈ സ്ക്രിപ്റ്റ് എഴുത്തിൻ്റെ കൂട്ടത്തിൽ പുള്ളിയും മിക്കവാറും എല്ലാം പീരിയോഡിക്കൽസ് എല്ലാം വായിക്കുന്ന കൂട്ടത്തിലാണ്. മുമ്പ് പുള്ളി ചിത്രകൗമുദിയിൽ എഴുതുന്ന ആളായിരുന്നു, ചിത്രകാർത്തികയിൽ എഴുതുമായിരുന്നു. പിന്നെ പല പ്രസിദ്ധീകരണങ്ങളിൽ പുള്ളി എഴുതുന്ന ആളാണ്. നല്ല വായനാശീലമുള്ള ഒരു റൈറ്ററാണ് കല്ലൂർ ഡെന്നിസ്. അപ്പോൾ ഞാനീ നാളെ ഞങ്ങളുടെ വിവാഹം എന്ന് പറഞ്ഞപ്പോൾ തന്നെ പുള്ളി കഥ വായിച്ചിരിക്കുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു ആർട്ടിസ്റ്റൊക്കെ ആരാണ്. ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങാം. പിന്നെ പുള്ളിക്കാരൻ്റെ സ്ഥിരം ഇവിടെ എറണാകുളത്ത് മാതാ ടൂറിസ്റ്റ് ഹോമിലിരുന്നാണ്, അല്ലെങ്കിൽ വേറെ അതുമെങ്കിൽ കൽപ്പക ടൂറിസ്റ്റ് ഹോം, ഇങ്ങനെയൊക്കെ ചില സ്ഥലത്തൊക്കെയാണ് പുള്ളി എഴുതുന്നത്. പുള്ളി സാധാരണ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ ഓഫീസ് പോകുന്ന പോലെയാണ്. രാവിലെ 9 മണിക്ക് കറക്റ്റായിട്ട് വീട്ടിൽ നിന്ന് വരും. ഉച്ചയ്ക്ക് 1 മണിക്ക് വീട്ടിൽ പോയിട്ട് കല്ലൂർ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കും. 2 മണിക്ക് തിരിച്ച് വീണ്ടും വരും. 5 അല്ലെങ്കിൽ 6 മണിയാകുമ്പോൾ തിരിച്ച് വീട്ടിൽ പോകും. അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക്കാണ് പുള്ളിക്കാരൻ്റെ എഴുത്തും രീതിയും എല്ലാം. അല്ലാതെ കമ്പനിയോട് കൂടിയിട്ട് അവിടെ പോവുക ഇവിടെ പോവുക സൊറ പറഞ്ഞിരിക്കുക ഒന്നുമില്ല. നല്ല, അതായത് ഇന്ന് മലയാള സിനിമയിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ തിരക്കഥ എഴുതിയിട്ടുള്ളതും ഏറ്റവും സിനിമകൾ വിജയിപ്പിച്ചിട്ടുള്ളതും കല്ലൂർ ഡെന്നിസിൻ്റെ സ്ക്രിപ്റ്റ് തന്നെയാണ്. ജോഷിക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും ഇപ്പോൾ ജൂബിലി പ്രൊഡക്ഷൻസിനൊക്കെ എത്ര സിനിമകൾ എഴുതിയത് എനിക്ക് വേണ്ടി തന്നെ എത്ര എഴുതിയിരിക്കുന്നു. മിക്ക സിനിമകളുടെ ഹിറ്റിൻ്റെ പുറകിൽ ഈ കല്ലൂർ ഡെന്നിസ് എന്നൊരാളുണ്ടാവും. അദ്ദേഹത്തിന് സ്ഥിരം അസിസ്റ്റൻ്റ് ഡയറക്ടർ AR മുകേഷ്, പിൽക്കാലത്ത് അദ്ദേഹം ഒരു റൈറ്ററായിട്ട് മാറി. ഇപ്പോൾ ഇല്ല, പുള്ളി മരണപ്പെട്ടു പോയി. പുള്ളി എഴുതാൻ കൂട്ടത്തിൽ ഒരു അസിസ്റ്റൻസ് പുള്ളിക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. നല്ല ഭാവനയാണ്, സിനിമയുടെ മർമ്മം അറിഞ്ഞ് എഴുതുന്ന ഒരാളാണ്. സെൻറ്റിമെൻറ്റ്സ് എങ്ങനെ എഴുതണം, ആക്ഷൻ എങ്ങനെ വേണം, എപ്പോഴും ആക്ഷൻ ആവാം. അതായത് മിക്കവാറുമൊക്കെ മുമ്പ് ഇൻ്റർവെൽ സമയത്ത് തൊട്ട് മുമ്പ് പാട്ട് തന്നെ വയ്ക്കില്ല. കാരണം ആ സമയത്ത് ചില സമയത്ത് ആൾക്കാരെല്ലാം ഇൻ്റർവെല്ലിന് മുമ്പായിട്ട് ടോയ്ലറ്റിൽ മൂത്രമൊഴിക്കാൻ പോകും എന്നൊരു പ്രശ്നം ഏറെക്കുറെ ശരിയാണ്. അതുകൊണ്ട് ആ സോങ്ങെല്ലാം എവിടെയൊക്കെ ആയിരിക്കണം പ്ലേസ്മെൻറ്റ് എന്നൊക്കെ രീതിയിൽ നിന്ന് ശരിക്കും അറിയാവുന്ന ഒരു എഴുത്തുകാരനാണ്, നല്ലൊരു എഴുത്തുകാരനാണ്. ഒരു ശല്യം നിർമ്മാതാക്ക് കാണിക്കാത്ത, പറഞ്ഞ സമയത്ത് സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുന്ന ഒരു എഴുത്തുകാരനാണ് കല്ലൂർ ഡെന്നിസ്. അപ്പോൾ കല്ലൂർ ഡെന്നിസിന് പറഞ്ഞു, പുള്ളിക്കാരൻ പറഞ്ഞ ദിവസത്തിൽ തന്നെ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞു. വായിക്കാനായിട്ട് ഞങ്ങൾ അവിടെ മണിസാറും ഞാനും അവിടെ പോയിരുന്നു, എറണാകുളത്ത് വായിച്ചു. മണിസാറിന് ഇഷ്ടമായി, എനിക്കിഷ്ടമായി. പിന്നെ എല്ലാം വേഗത്തിലായിരുന്നു. സോങ് കമ്പോസിങ് ശ്യാംജി ആയിരുന്നു, ചുനക്കര സാറായിരുന്നു പാട്ട് എഴുതിയത്. പക്ഷേ നമുക്കതിൽ ഈ ഷഫീഖിനെയും ശങ്കറിൻ്റെ ഡേറ്റ് കിട്ടി, രോഹിണിയുടെ ഡേറ്റ് കിട്ടിയില്ല. രോഹിണി അപ്പോൾ വേറെ സിനിമയിലേക്ക്, രോഹിണി വിവിധ ഭാഷകളിൽ അഭിനയിച്ചിരിക്കുന്നതുകൊണ്ട് കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ
അന്ന് പിന്നെ അവൈലബിൾ ആയിട്ടുള്ള നടിയുടെ പേര് അഹല്യ എന്നൊരു നടിയുണ്ടായിരുന്നു. അഹല്യ അതിനു മുമ്പ് മലയാള സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു യുവ നടിയായിരുന്നു. അഹല്യ ബുക്ക് ചെയ്തു. പിന്നെ നമ്മൾ വത്സല മേനോൻ അമ്മ റോളനായിരുന്നു. പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട അഭിനേതാക്കൾ മണിസാറിൻ്റെ സ്ഥിരം പടങ്ങളിൽ അഭിനയിക്കുന്ന ആൾക്കാരെയും നമ്മൾ വിളിച്ചാൽ വേഗം കിട്ടുന്ന ആർട്ടിസ്റ്റുകളായിരിക്കണം. പിന്നെ അവൈലബിൾ ഡേറ്റ്സ് കൊണ്ട് കറക്റ്റ് ഡേറ്റ്സ് ഉണ്ടെങ്കിലേ പടം തീരുള്ളൂ. അതുകൊണ്ട് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തീർക്കാവുന്ന രീതിയിലായിരുന്നു എൻ്റെ സ്ക്രിപ്റ്റും. അതിന് ഷൂട്ടിങ് തിരുവനന്തപുരത്തും പരിസരത്ത് ഗ്രാമങ്ങളിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് എല്ലാവിധ സൗകര്യങ്ങളും വേഗം ചെയ്തു തരാൻ പറ്റിയൊരു പ്രൊഡക്ഷൻ കൺട്രോളറാണ് ഈ അരോമ മോഹൻ. അതുകൊണ്ട് 15 ദിവസം കൊണ്ട് ആ പടം തീർക്കാൻ പറ്റി. ആ പടം ഉദ്ദേശിച്ച ദിവസം തന്നെ റിലീസ് ചെയ്തു. ആ പടം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായില്ലെങ്കിലും മണിസാറിൻ്റെ പരസ്യവും മണിസാറിൻ്റെ ബാനർ അരോമ മൂവീസ് എന്നുള്ള ആ ബാനറിൻ്റെ പേരിലും ആ പടം തരക്കേടില്ലാതെ ഓടി. ഒരു സൂപ്പർ ഹിറ്റെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. വീണ്ടും എൻ്റെ സ്ഥിരം കമ്പനി വിജയ മൂവീസിൻ്റെ പടം ചെയ്യേണ്ട സമയമായി. എപ്പോഴും ഈ കഥയുടെ പ്രശ്നത്തിൽ വളരെ ബുദ്ധിമുട്ടും. പിന്നെ ഈ വായനാശീലം എനിക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ഇടയ്ക്ക് മലയാള മനോരമയിൽ വായിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് എൻ്റെ ഭാര്യ. പുള്ളിക്കാരത്തി മലയാള മനോരമയുടെ നീണ്ട കഥ 4-5 ഉണ്ടെങ്കിൽ തുടർച്ചയായിട്ട് വായിക്കുന്ന ഒരാളാണ് എൻ്റെ വൈഫ്. അടുത്ത സിനിമയുടെ കുറിച്ച് ചർച്ചയിലേക്ക് വന്നപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു, ഒരു സിനിമയുടെ പറ്റിയൊരു കഥ പോലെ ഒരു കഥ ഈ മനോരമയിൽ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ഏതാണെന്ന് ചോദിച്ചപ്പം സ്നേഹമുള്ള സിംഹം എന്നാണ് പറഞ്ഞത്. കേട്ടപ്പോൾ തന്നെ നല്ല പേര്, സ്നേഹമുള്ള സിംഹം. എന്നിട്ട് പുള്ളിക്കാരത്തി പറഞ്ഞു അതിൽ എൻ്റെ വൈഫ് ഒരു ആർട്ടിസ്റ്റാണ്, ഓയിൽ പെയിൻ്റൊക്കെ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്, നല്ല രീതിയിൽ വരയ്ക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ഞങ്ങൾ ആ വരപ്പും എല്ലാം കണ്ടിട്ട് ഞങ്ങളൊരു ലവ് മാരേജ് ആയിരുന്നു. ഇപ്പോഴും ആ ആൾ തന്നെ എൻ്റെ ഭാര്യ, എൻ്റെ 3 മക്കളുടെ അമ്മയാണ്. അപ്പോൾ വൈഫ് ഇങ്ങനെ പറഞ്ഞു, ഇതിൽ വരച്ചിരിക്കുന്നത് ഒരു മമ്മൂട്ടിയുടെ രീതിയിലാണ് നായകനെ വരച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോഴത് കൊള്ളാമല്ലോ. അപ്പോൾ അതുവരെ ഞാൻ വീക്കിൽ ഞാൻ വായിച്ചില്ലായിരുന്നു. ഞാനും ലക്കങ്ങൾ മറിച്ച് നോക്കിയപ്പോൾ ശരിക്കും ഇലിസ്ട്രേഷൻ വരച്ചിരിക്കുന്നത് മോഹൻ എന്നോ മറ്റോ ആണ് മനോരമയുടെ സ്ഥിരം വരയ്ക്കുന്ന ആൾ. മോഹനാണോ PK രാജനാണോ നല്ലൊരു PK രാജനൊക്കെ വരയ്ക്കുന്നത് കണ്ടാൽ നമ്മൾ ജയഭാരതിയൊക്കെ വരയ്ക്കുന്നുണ്ട്, ജയഭാരതിയാണെന്ന് തന്നെ തോന്നും. നല്ല സൗന്ദര്യമായിട്ടായിരിക്കും മനോരമയിൽ വരച്ചിരിക്കുന്ന. അത് കണ്ട മമ്മൂട്ടിയെ കണ്ട മമ്മൂട്ടി തന്നെ, അതായത് അത് കഥാപാത്രങ്ങൾ വരയ്ക്കുന്നത് ഒരു ഭയങ്കര സൗന്ദര്യമായിരിക്കും. സ്ത്രീകളൊക്കെ നിൽക്കുന്നത് കണ്ട ആ കറക്റ്റായിട്ട് ആ ഭാവന ഇപ്പോൾ കമ്പ്യൂട്ടറിലാണ് ചെയ്യുന്നത്. എങ്കിലും അതിനേക്കാളും ബെറ്ററായിട്ടാണ് ഇവർ ഈ മോഹനും ഈ PK രാജനൊക്കെ മനോരമയിൽ വരയ്ക്കുന്നത്. അപ്പോൾ എൻ്റെ വൈഫ് ഒരു ചിത്രകാരി ആയതുകൊണ്ട് ഈ പടങ്ങളൊക്കെ പ്രത്യേകിച്ച് പുള്ളിക്കാരി ശ്രദ്ധിക്കും. നമ്പൂതിരിയുടെ വരപ്പ് ഒരു മാതൃഭൂമിയിൽ ഒരു പ്രത്യേക രീതിയാണ്. നീണ്ട കൈയും നീണ്ട കാലുകളും പ്രത്യേക രീതിയിലാണ് നമ്പൂതിരിയുടെ വരയ്ക്കുന്നത്. അതിൽ എൻ്റെ വൈഫ് അങ്ങനെ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കും, വരയ്ക്കാൻ ശ്രമിക്കും. നല്ലപോലെ ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു, ഇതിൽ കഥാപാത്രം നമുക്കിത് വായിക്കുമ്പോൾ വൈശാഖൻ എന്നൊരു കഥാപാത്രമുണ്ട്, നമുക്ക് മമ്മൂട്ടി അല്ലാതെ വേറെ ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് കോറടിച്ചില്ലേ, വിജയ മൂവീസിന് മമ്മൂട്ടി തന്നെ വേണമല്ലോ. മമ്മൂട്ടിക്ക് വേണ്ടി കഥ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ മുമ്പിൽ സുലഭമായിട്ടൊരു കഥ വന്നിരിക്കുന്നു. അതിൽ എഴുതുന്ന ആരാണെന്ന് വെച്ചാൽ ഈ നാളെ ഞങ്ങളുടെ വിവാഹം എഴുതിയ കഥയുടെ MD രത്നമ്മ. MD രത്നമ്മയുടെ സഹോദരനാണ് MD അജയഘോഷ്. MD അജയഘോഷിനെ എനിക്ക് പരിചയമില്ല. MD അജയഘോഷിൻ്റെ സഹോദരനാണ് പിന്നെ MD രാജേന്ദ്രൻ, നല്ല പാട്ടെഴുതുന്ന MD രാജേന്ദ്രൻ. ഇവർ മൊത്തത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവും നല്ല രീതിയിൽ സാഹിത്യകാരനൊരു കവിയൊക്കെ ആയിരുന്നു. അങ്ങനെയുള്ള ഒരു ഫാമിലിയാണത്. അപ്പോൾ MD അജയഘോഷ് സ്നേഹമുള്ള സിംഹം എന്ന് പറയുന്നത് ഭയങ്കര അട്രാക്ഷൻ. ഞാനത് ഉടനെ തന്നെ വിജയ മൂവീസിൽ വിളിച്ചു പറഞ്ഞു, നമ്മൾക്ക് ഒരു അടുത്ത കഥയ്ക്ക് വേണ്ടിയിട്ട് എങ്ങും അന്വേഷിച്ച് നടക്കേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. സ്നേഹമുള്ള സിംഹം എന്നൊരു കഥ MD അജയഘോഷ് മലയാള മനോരമയിൽ എഴുതുന്നുണ്ട്. അതിൽ വൈശാഖൻ, നല്ല പേരുമല്ലേ വൈശാഖൻ. ഇത് മമ്മൂട്ടിക്ക് മാത്രമേ ആ റോള് ആപ്റ്റാവുള്ളൂ. അത് കേട്ടോണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതേ വിജയ മൂവീസിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ സഹോദരിമാരൊക്കെ ആലുവയിലും തൃശ്ശൂരൊക്കെ ഉണ്ട്. അവരെല്ലാവരും ഈ മനോരമ വായിക്കുന്നവരാണ്. അവർ പെട്ടെന്ന് ഈ സ്പ്രെഡാവുന്ന പോലെ അവരെയൊക്കെ വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ മനോരമയിലൊരു കഥ വരുന്നുണ്ടല്ലോ, സ്നേഹമുള്ള സിംഹം വായിക്കാറുണ്ടോ? അവരെല്ലാവരും ഏക അഭിപ്രായം ഉണ്ട്,
മമ്മൂട്ടി ചെയ്താൽ നന്നായിരിക്കും, മമ്മൂട്ടിയെ കൊണ്ടേ ആ റോൾ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എല്ലാവരും പറയുമ്പോൾ നമുക്ക് തന്നെ വളരെ കോൺഫിഡൻ്റായി. പിന്നെ അടുത്തത് ഈ കഥ റൈറ്റ്സ് മേടിക്കുക, മറ്റ് കാര്യങ്ങളൊക്കെ വേഗം ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. അതിലേക്ക് വൈശാഖൻ, അന്ന് ഞാൻ മദ്രാസിലാണ്, വൈശാഖൻ എന്ന കഥാപാത്രം ചെയ്യാനായിട്ട് മമ്മൂട്ടിയാണെന്നുള്ളപ്പോൾ തന്നെ വിജയ മൂവീസ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ മനോരമയിൽ കോൺടാക്റ്റ് ചെയ്തു. മനോരമയിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് MD അജയ് ഘോഷൻ നമ്പർ അഡ്രസ്സൊക്കെ എടുത്തു. അജയ് ഘോഷിനെ വരുത്തി. അജയ് ഘോഷിനോട് കഥയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അജയ് ഘോഷിന് താല്പര്യം. അപ്പോൾ അജയ് ഘോഷ് പറഞ്ഞു, ഇതിൽ ഇനി കുറച്ചുകൂടെ എപ്പിസോഡ്സ് ബാക്കിയുണ്ട്, അത് ഞങ്ങൾ സാധാരണ മനോരമയിൽ എഴുതുമ്പോൾ കഥയുടെ ഈ റീഡർഷിപ്പ് കൂടിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് ലക്കങ്ങൾ കൂട്ടാൻ അവർ സാധാരണ നിർദ്ദേശിക്കാറുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ക്ലൈമാക്സ് എനിക്കുണ്ട് കഥ, എങ്കിലും ഇതിനിപ്പോൾ വൈശാഖൻ എന്നുള്ള കഥാപാത്രമായത് ഈ പറഞ്ഞ മാതിരി നിങ്ങൾ പറഞ്ഞ മാതിരി മമ്മൂട്ടിയാണ് പലരും കണ്ടുകൊണ്ട് ഇത് വായിക്കുന്നതെന്ന് ഈ വായനക്കാരുടെ അഭിപ്രായങ്ങൾ അവിടെ എത്താറുണ്ടെന്ന് പറയുന്നത് കേട്ടു. അതുകൊണ്ട് ഈ കഥ എത്രയും പെട്ടെന്ന് നിർത്താൻ പാടില്ല എന്നൊരു നിർദ്ദേശം മനോരമ എഡിറ്റോറിയൽ ബോർഡ് പറഞ്ഞാൽ എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയാണ്. അപ്പം ഞാൻ ഏതായാലും ഈ കഥ നിങ്ങൾക്ക് സിനിമയ്ക്ക് ഞാൻ തരാം. പക്ഷേ എനിക്ക് മലയാള മനോരമയിൽ നിന്ന് ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. അതിൽ ഈ ഓരോ ആഴ്ചയുമുള്ള ഈ കമ്മിറ്റി കൂടിയിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടല്ലോ, അതനുസരിച്ചിട്ടാണ് ഈ എത്രത്തോളം ഈ കഥ നീണ്ടു പോവാം എന്നുള്ള നിർദ്ദേശം വയ്ക്കുന്നത്. മിക്ക റൈറ്റേഴ്സും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ സീരിയൽ പോലും ചെയ്യുന്ന, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു നല്ല സീരിയൽ വെക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതങ്ങ് നീട്ടിക്കൊണ്ട് പോകുന്നത് ഈ ആൾക്കാർ കൂടുതൽ ഈ വ്യൂവേഴ്സ് കൂടുതലുണ്ടെങ്കിൽ നീട്ടിക്കൊണ്ട് പോകും, പെട്ടെന്ന് നിർത്താൻ പറ്റില്ല. അപ്പോൾ ചാനലുകാർ തന്നെ, ഞാനിപ്പോൾ ഏഷ്യാനെറ്റും സൂര്യ TV-യും ഉള്ള ബന്ധപ്പെടാറുണ്ടല്ലോ. ഞാനും കുറേ സീരിയൽ എടുത്തുകൊണ്ട് പുതിയ സംഭവം അപ്രൂവലിന് കൊടുക്കുകയാണെങ്കിൽ അവർ പറയും ഇത് പെട്ടെന്ന് നിർത്താൻ പറ്റില്ല, അതുകൊണ്ട് പ്ലീസ് വെയിറ്റ് എന്നൊക്കെ പറയും. ഏതായാലും ഇപ്പം ഇതേപോലെ അജയ് ഘോഷ് പറഞ്ഞു, എനിക്ക് മനോരമയുടെ പെർമിഷൻ വേണം, ഇല്ലാതെ പറ്റില്ല, അത് ശരി, ഏതായാലും കഥ ഞാൻ നിങ്ങൾക്ക് തരാം എന്നായാലും എന്ന് പറഞ്ഞു. എത്രയും പെട്ടെന്ന് അജയ് ഘോഷ് മനോരമയായിട്ട് ബന്ധപ്പെട്ടു. മനോരമയിൽ ബന്ധപ്പെട്ടെങ്കിലും മനോരമ പറഞ്ഞു, അവർ പറഞ്ഞു അപ്പോൾ ഇനിയും ഏതാണ്ട് കുറേ ലക്കങ്ങളുള്ള ഉണ്ട്, പോകണം. അപ്പോൾ ഏതായാലും നിങ്ങൾ റൈറ്റ്സ് കൊടുത്തോളൂ, അതിന് മുമ്പായിട്ട് പരസ്യം കൊടുക്കണ്ട, ഇത് സിനിമയാക്കുന്നു എന്ന് വേണ്ട, പക്ഷേ സിനിമ ഇത് തീരുന്നതിന് മുമ്പ് ഇത് അറിയിച്ചാൽ ഞങ്ങൾക്ക് വീണ്ടും ഈ റീഡർഷിപ്പിന് ഒരു സുഖം കിട്ടും. ഒരു 5-6 ലക്കങ്ങൾക്ക് മുമ്പ് സിനിമയാക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ വീണ്ടും അത് നല്ല ഇതായിരുന്നു. അതനുസരിച്ചിട്ട് അപ്പോൾ ഞങ്ങളും പറഞ്ഞു റീഡർഷിപ്പ് ഇത്രത്തോളം കൂടുന്നെങ്കിൽ ഞങ്ങൾക്ക് നല്ലതല്ലേ അത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ 5, 6, 8, 10 ലക്കം എഴുതി പെർമിഷൻ വെച്ചോ. അപ്പോൾ ഞങ്ങൾക്ക് അടുത്ത് ഇപ്പോൾ മമ്മൂട്ടിയുടെ ഡേറ്റും ഒത്തു വരണമല്ലേ. എപ്പോഴും ഓപ്പൺ ഡേറ്റാണ് മമ്മൂട്ടിക്ക് വിജയ മൂവീസ് എങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെ അവൈലബിലിറ്റി നോക്കണം. അദ്ദേഹം എത്ര പടങ്ങളാണ് ആ സമയം ചെയ്യുന്നത്, അതിനൊപ്പം നായിക വേണം, മറ്റു ആർട്ടിസ്റ്റുകൾ ബുക്ക് ചെയ്യണം. എങ്ങനെയും ഒരു 4-5 മാസം സമയമെടുക്കും അടുത്ത ഈ ഷൂട്ടിങ്ങിന് എത്താനായിട്ട്. കാരണം മമ്മൂട്ടി അത്ര തിരക്കാണ്, പകൽ രാത്രിയും ഉച്ചയ്ക്കും 3 പടങ്ങളൊക്കെ പുള്ളിക്കാരൻ അഭിനയിക്കുന്നതിൻ്റെ കാലഘട്ടം കൂടെയാണ്. അത്ര കഠിന അധ്വാനമാണ്. എപ്പോൾ മനുഷ്യൻ ഉറങ്ങുന്നെന്നോ എപ്പോൾ ഉണരുന്നെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു അന്ന് മമ്മൂട്ടി. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഏതായാലും റൈറ്റ്സ് കിട്ടി, കഥാപാത്രങ്ങളുടെ ഏകദേശം രൂപം കിട്ടി. പിന്നെ മമ്മൂട്ടി അടുത്ത് ഇങ്ങനെ സംഭവമാണെങ്കിൽ മമ്മൂട്ടി ഡേറ്റ് ബ്ലോക്ക് ചെയ്തു. ഏതായാലും പിന്നെ അപ്പോൾ അടുത്ത് മമ്മൂട്ടിക്ക് നായികയായിട്ട് ആരായിട്ടാണെന്ന് നോക്കിയപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു നളിനി കിട്ടിയാൽ കൊള്ളാം. അപ്പോൾ വൈക്കം മൂർത്തി എന്ന ഡാൻസ് മാസ്റ്റർ മകളാണ് നളിനി. നളിനി ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്, എനിക്കറിയാം. ഞാൻ മൂർത്തി മാസ്റ്റർ വീട്ടിൽ ഇടയ്ക്ക് പോകുമ്പോൾ ഈ കുട്ടി ഞാൻ കണ്ടിട്ടുണ്ട്. നളിനി അതിനു മുമ്പ് കരകാട്ടക്കാരൻ എന്ന പടം മറ്റേതോ ഒരു പടത്തൊക്കെ തമിഴിലൊക്കെ പുള്ളിക്കാരത്തി അഭിനയിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നളിനി മറ്റേ സ്റ്റേഷനായിരുന്നു. പിന്നെ നമുക്ക് ഈ പടത്തിൽ മറ്റുള്ള ആർട്ടിസ്റ്റുകൾ വിജയ മൂവീസിന് സ്ഥിരമായിട്ടുള്ള മാളയുണ്ട്, ഇന്നസെൻ്റ് ഉണ്ട്, ലാലു ഉണ്ട്, മറ്റെല്ലാ ആർട്ടിസ്റ്റുകളും ഉണ്ടല്ലോ. അപ്പോൾ മമ്മൂട്ടിയും നളിനിയുള്ള പ്രധാന കഥാപാത്രം എന്ന് പറയുമ്പം പിന്നെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് വേറെ സംഭവമുണ്ട്, ഇതിനകത്തൊരു സോഫ്റ്റ് ക്യാരക്ടറുണ്ട്, അത് എൻ്റെ സ്ഥിരം നായികയായിട്ടുള്ള മേനക വേണം. ഓക്കെ, മേനക കൂട്ടിളങ്ങളിൽ നായിക മേനകയല്ലേ. ഇപ്പം ലാലു ലക്സിൻ്റെ വൈഫായിട്ട് മേനക. പിന്നെയും ചില കഥാപാത്രങ്ങളൊക്കെ വന്നപ്പം അതെല്ലാം ഒരു പ്രോബ്ലവും ഇല്ല. വലിയ ബാനർ ചെയ്യുമ്പോഴുള്ള സുഖം അതാണേ. ഒരു ആർട്ടിസ്റ്റിനടുത്ത് പോയിട്ട് ഡേറ്റിന് കെഞ്ചണ്ട,
യാചിക്കേണ്ട, ഒന്നും വേണ്ട, എമൗണ്ടിനെ പറ്റി ബാർഗെയിൻ ചെയ്യേണ്ട. വിജാമോസ് നല്ല എമൗണ്ടാണെങ്കിലും പറയുന്നത് ആ പറഞ്ഞ എമൗണ്ട് കറക്റ്റായിട്ട് ആ സമയത്ത് കൊടുത്തിരിക്കും. മിക്കവാറും പുള്ളി അഭിനയിച്ചിട്ട് പോകുന്ന ആൾക്കാർ എമൗണ്ട് വാങ്ങാതെ പോയാൽ ഇവർ വിളിച്ചു പറയും, ഞങ്ങൾക്ക് ഓഡിറ്റർക്ക് കറക്റ്റ് കണക്ക് കൊടുക്കണം, നിങ്ങൾ എപ്പോഴാണ് ഈ പൈസ വാങ്ങുന്നത്, വാങ്ങിയേ പറ്റൂ, എവിടെ എത്തിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് വിളിച്ച് ചോദിച്ചിട്ട് പണം കൊടുക്കുന്ന, ക്യാഷ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് വിജയാമോസ്. മുമ്പുള്ള കാലങ്ങളിൽ ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരിക്കുന്ന കാലങ്ങളിൽ വണ്ടി ചെക്കുകൾ മടങ്ങുന്നൊരു കാലഘട്ടം അന്നുണ്ടായിരുന്നു. ചെക്കൊന്നും ബൗൺസായ കേസാവുന്ന കാലമൊന്നുമല്ല. അങ്ങനെ ഞങ്ങളെല്ലാം എത്ര പേര് കഷ്ടപ്പെട്ടിരിക്കുന്നു. പ്രതീക്ഷയോടുകൂടി ജോലി ചെയ്യും, കാശ് കിട്ടില്ല, ബുദ്ധിമുട്ടി കടം വാങ്ങി ജീവിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഏതായാലും ചെക്ക് ആകുമ്പോൾ കേസാവുന്നൊരു നിയമം വന്നപ്പം ഞങ്ങളെപ്പോലെ സിനിമാക്കാരിൽ പലർക്കും രക്ഷപ്പെട്ടു എന്ന് പറയാം. പിന്നെ വന്നിട്ടുള്ള സിനിമ പ്രൊഡ്യൂസേഴ്സെല്ലാം നല്ല നല്ല പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞ എമൗണ്ട് കറക്റ്റായിട്ട് കൊടുത്തിരിക്കും. ജൂബിലി പ്രൊഡക്ഷൻസ്, സെൻട്രൽ പിക്ചേഴ്സ്, വിജയ മൂവീസ്, അരോമ മൂവീസ്, അങ്ങനെ വേണ്ട എല്ലാ പടങ്ങളും, പ്രകാശ് മൂവി ടോൺ, പിന്നെ ഒത്തിരി കമ്പനികൾ ഉണ്ടല്ലോ. എല്ലാവരും, ജോസീസ്, ചെറുപുഷ്പം കൊച്ചേട്ടൻ്റെ ജോസ് ഇൻ്റർനാഷണൽ, ഇങ്ങനെയുള്ള ഈ കമ്പനികളെല്ലാം പറഞ്ഞ സമയത്ത് പറഞ്ഞ എമൗണ്ട് കറക്റ്റായിട്ട് കൊടുത്തിരിക്കും. അങ്ങനത്തെ കമ്പനികളാണ് എല്ലാം. വേണ്ട എമൗണ്ട്, ആർട്ടിസ്റ്റിന് എത്ര എമൗണ്ട്. പിന്നെ വേറൊരു കാര്യം, മമ്മൂട്ടി വിജയ മൂവീസിനോട് എനിക്ക് ഇത്ര രൂപ വേണമെന്ന് ഇതുവരെ അവരുടെ ഒരു പടത്തിന് ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, മമ്മൂട്ടിയും വിജയ മൂവീസിലെ ബാബു സേവ്യറുമായിട്ടുള്ള ബന്ധം. ആ സ്ഫോടന സമയത്ത് നല്ല റോള് കൊടുത്ത് എന്ന് ഞാൻ പറഞ്ഞതല്ലോ. ഒരു സിനിമ ഷൂട്ടിംഗ് സമയത്ത് മമ്മൂട്ടി എൻ്റെ അടുത്തൊരു വാക്ക് പറഞ്ഞിരുന്നു. ഞാനത് എറണാകുളത്ത് സുഭാഷ് പാർക്കിൻ്റെ അടുത്ത് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് മമ്മൂട്ടി ഭാരത് ടൂറിസ്റ്റ് ഹോമിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, ഈ ഭാരത് ടൂറിസ്റ്റ് ഹോമിൻ്റെ ഈ ചുവരിൻ്റെ മുമ്പിൽ എനിക്കൊരു കഥയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്ത് കഥ? ഞാൻ സ്ഫോടനം എന്നൊരു സിനിമയിൽ അഭിനയിച്ചിരുന്ന കാര്യം അറിയാമല്ലോ. ഞാൻ അറിയാം, മമ്മൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ വിജയ മൂവീസിൻ്റെ പടത്തിൽ. അപ്പോൾ അന്ന് ഷൂട്ടിങ് പി ജി വിശ്വംഭരനാണ് ഡയറക്ടർ, ആലപ്പുഴയാണ് ഷൂട്ടിങ്, അതൊക്കെ നിങ്ങൾ എടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ എന്താണ്? ഇപ്പോൾ പറയാവുന്നത്, എക്കാലവും എനിക്ക് മരണം വരെ മറക്കാൻ വയ്യാത്തൊരു സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, അതെന്താണ്? അത് ഞാനന്ന് മട്ടാഞ്ചേരിയിലാണ് താമസിക്കുന്നത്, എൻ്റെ വൈഫ് ഹൗസ് മട്ടാഞ്ചേരിയിലാണ്. ഇപ്പം ആലപ്പുഴ ഷൂട്ടിങ്ങിന് പോകാനായിട്ട് എനിക്ക് വിജയ മൂവീസിൽ ആണ് എന്നെ ഇവിടുന്ന് ആലപ്പുഴ കൊണ്ടുപോകുന്നത്. അപ്പോൾ വിജയ മൂവീസിൽ ജോളി സേവ്യർ, അതായത് ഏറ്റവും ഇളയ ആൾ, എൻ്റെ ഇപ്പോഴത്തെ സേവ്യർ ജോളി സേവ്യർ എന്ന് പറഞ്ഞാൽ, ഇപ്പം ജോളി സേവ്യർ ഇപ്പോൾ അമേരിക്കയിലാണ്, കുടുംബസമേതം അവിടെയാണ്, മക്കളൊക്കെ അവിടെയാണ് പഠിക്കുന്നത്, ജോലി ചെയ്യുന്നതൊക്കെ അവിടെയാണ്. അപ്പോൾ ജോളി സേവ്യറുമായിട്ട് കാറിൽ ജോളി സേവ്യർ നേരെ മട്ടാഞ്ചേരി ചെല്ലും, മമ്മൂട്ടിയെ കയറ്റിട്ട് അവർ നേരെ ആലപ്പുഴയ്ക്ക് പോകും. അപ്പോൾ നല്ല സഹകരണമാണ്. മൂത്ത ബാബു സേവ്യറുമായിട്ടാണ് ഫ്രണ്ട്ഷിപ്പ്. ഈ ജോളി സേവ്യർ പ്രായത്തിൽ വളരെ കുറഞ്ഞ ആളാണ്, എങ്കിലും നല്ല സ്നേഹബന്ധങ്ങളും കാര്യങ്ങളും, ഭയങ്കര ഇഷ്ടമാണ്. ഒരു കുടുംബം പോലെയാണ് മമ്മൂട്ടിയും വിജയ മൂവീസും. അങ്ങനെ ഷൂട്ടിങ്ങെല്ലാം കഴിഞ്ഞ ശേഷമല്ല, ഷൂട്ടിങ്ങിൻ്റെ അവസാന നാളുകളിൽ ഒരു ദിവസം ഈ BTHൻ്റെ അടുത്തുള്ള പോകുമ്പം എൻ്റെ ചൂണ്ടിക്കാണിച്ച സ്ഥലം കാണിച്ചിട്ട് മമ്മൂട്ടി പറഞ്ഞു, സിനിമാ പോസ്റ്റർ, എത്ര സിനിമാ പോസ്റ്ററുകൾ ഞാനിവിടെ കണ്ടിരിക്കുന്നു. ഈ സിനിമാ പോസ്റ്റർ വെച്ചാൽ 2 ഷീറ്റ്, 4 ഷീറ്റ്, 6 ഷീറ്റ് ഇങ്ങനെ പറയാറുണ്ട്. 2 ഷീറ്റുകൾ ചേർത്ത് ഒട്ടിക്കുന്നത് 2 ഷീറ്റ്, 4 കഷ്ണങ്ങൾ ഒട്ടിക്കുന്നത് 4 ഷീറ്റ്, 6 കഷ്ണങ്ങൾ വെച്ചാൽ വലിയ പോസ്റ്റർ 6 ഷീറ്റ് ഇങ്ങനെ പറയും. അതിനനുസരിച്ചാണ് ഡിസൈൻ ചെയ്യുന്നതും. ശരിക്കും ഒട്ടിച്ചില്ലെങ്കിൽ ഒരാളുടെ മൂക്കിൻ്റെ അവിടെ കണ്ണ് വരും, കണ്ണിൻ്റെ അവിടെ നോക്കുക, അങ്ങനെയൊക്കെ സംഭവിക്കും ചിലത്. അതുകൊണ്ട് അതിന് എക്സ്പെർട്ടുള്ള ആൾക്കാരാണ് ഈ പോസ്റ്റർ ഒട്ടിക്കുന്നതും. ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും പർട്ടിക്കുലർ ഏരിയയുണ്ട്. ആ ഏരിയയിൽ അവരുടെ പടം ഒട്ടിക്കും, അവിടെ വേറെ സ്ഥലം അനുവദനീയമല്ല. ഗവൺമെൻറ് അല്ലെങ്കിൽ അഡ്വർടൈസിങ് കമ്പനി കൊടുക്കുന്ന ചില ഹോർഡിങ്സ് വെക്കുന്ന സ്ഥലം കൂടാതെ തന്നെ ചില ചുവരുകൾ, ചില മതിലുകൾ ഒക്കെയുണ്ട്. അവിടെ വേറെ ആളൊന്നും കയ്യേറാൻ പറ്റില്ല, ചെയ്യില്ല. അതെല്ലാം പ്രൊഡ്യൂസേഴ്സും ഡിസ്ട്രിബ്യൂഷനും തമ്മിലുള്ള ധാരണയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന സുഭാഷ് പാർക്കിൻ്റെ ഇപ്പുറത്ത് BTH ആ ഹോട്ടലിൻ്റെ അപ്പുറത്ത് ആ മൂലയിൽ മിക്ക ബസ്സുകളും പോകുമ്പോൾ അവിടെ ആ ഒരു സ്ഥലത്ത് എല്ലാവരുടെ നോട്ടം പതിയും. നല്ലൊരു സ്പോട്ടാണത് പരസ്യത്തിന്. ആ പരസ്യത്തിന് മിക്കവാറും അനുമതി വാങ്ങിച്ചുകൊണ്ട് ഒരു അഡ്വർടൈസിങ് കമ്പനിയുടെ ഒരു ഹോർഡിങ്സ് വയ്ക്കുന്ന ഒരു സ്ഥലമാണത്. ആ അഡ്വർടൈസിങ് കമ്പനി നേരെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ എത്ര മാസത്തേക്ക് വേണം, ലൈറ്റ് ഇട്ടിട്ട് വെള്ളം വേണോ, മിക്കവാറും ബോർഡിങ്ങിന് രാത്രി കാലം കാണാൻ ലൈറ്റിന് പ്രത്യേകിച്ച് ഉണ്ട്, അതെല്ലാം ഉണ്ട്, അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അപ്പോൾ ഏതായാലും മമ്മൂട്ടി പറഞ്ഞു, ജോളി ഒരാഗ്രഹം പറയുകയാണ്. എന്താണ്? ഇവിടെ ഈ പോസ്റ്റർ പല സ്ഥലത്ത് ഞാൻ പല പ്രാവശ്യവും നോക്കി നിന്നിട്ടുള്ള സ്ഥലമാണിത്. മമ്മൂട്ടി അതിനടുത്ത് ലോ കോളേജ് പഠിച്ച ആളാണ്. അപ്പോൾ ഈ പടം റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് സുകുമാരൻ്റെയും ഒക്കെ ഫോട്ടോ വയ്ക്കുമല്ലോ പോസ്റ്ററിൽ. എൻ്റെ കൂടെ ഒരു ചെറിയൊരു ഫോട്ടോ
അതിൻ്റെ മൂലയിൽ എവിടെയെങ്കിലും വെക്കാനായിട്ട് ഒന്ന് അപ്പച്ചനോട് പറയുമോ? എൻ്റെ ഒരു ആഗ്രഹമാണ്, നിർബന്ധിക്കേണ്ട, ഒരാഗ്രഹം പറയുന്നതാണ്. അപ്പോൾ ജോളി ചിരിച്ചു പറഞ്ഞു, ഞാൻ അപ്പച്ചനോട് പറയാം എന്ന് പറഞ്ഞു. ഏതായാലും ഷൂട്ടിംഗ് കഴിഞ്ഞ ശേഷം ജോളി അപ്പച്ചനോട് പറഞ്ഞു, സേവ്യർ സാറിനോട് പറഞ്ഞു. പ്രൊഡ്യൂസർ ഷീലാമ്മയും ബാബു സേവ്യറുമാണ്. സേവ്യർ സാറ് തീരുമാനിച്ചാൽ അത് തന്നെയാണ് തീരുമാനം. സേവ്യർ സാറിനോട് പറഞ്ഞു, അപ്പച്ച ഇങ്ങനെ നമ്മളിപ്പോൾ പുതുമുഖ നടനുണ്ടല്ലോ മമ്മൂട്ടിയുടെ പേരന്ന് മമ്മൂട്ടി ആയിട്ടില്ല. അന്ന് ആ പടത്തിൽ ഡയറക്ടർ അദ്ദേഹത്തിന് പുതിയൊരു പേരൊക്കെ പറഞ്ഞു, ഈ മൺവെട്ടി കുന്താലി എന്നൊന്നും വേണ്ട, നമുക്കൊരു പുതിയ പേരിടാം, സജിൻ എന്നാക്കിയിടാന്ന് പറഞ്ഞു. മമ്മൂട്ടിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ആദ്യകാലത്ത് അദ്ദേഹത്തിന് അങ്ങോട്ട് അങ്ങനെ വേണ്ട, എനിക്കിങ്ങനെ മതി എന്ന് പറയാനുള്ള ഒരു ആയിട്ടില്ല. ഡയറക്ടർ തീരുമാനിക്കട്ടെ, പ്രൊഡ്യൂസർ തീരുമാനിക്കട്ടെ എന്ന് കരുതിയിട്ട് പുള്ളിക്കാരൻ സമ്മതിച്ചു. സജിൻ ഇഷ്ടമുണ്ടായിട്ടല്ല. മമ്മൂട്ടിക്ക് എപ്പോഴും മമ്മൂട്ടി അന്ന് ലോ കോളേജൊക്കെ പഠിക്കുമ്പം മമ്മൂട്ടിയുടെ പേരൊന്നും ആയിട്ടില്ല. മുഹമ്മദ് കുട്ടി എന്നുള്ള പേര് പോലും പുള്ളിക്കാരന് അന്ന് ഇഷ്ടമില്ലാതെ പുള്ളി വേറെ ഹിന്ദി നടൻ്റെയൊക്കെ പേരൊക്കെയാണ് പുള്ളി എന്നെ പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. ഏതോ ഒരു ഹിന്ദി നടൻ്റെ പേരൊക്കെയാണ് പുള്ളി അറിയപ്പെടാൻ വേണ്ടി ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ ഏതോ ഒരു സമയത്ത് ഏതോ ഒരു ഫ്രണ്ട് കണ്ടുപിടിച്ചു, എടാ ഇവൻ്റെ പേര് അതല്ല, മുഹമ്മദ് കുട്ടി എന്നാണ് അവൻ്റെ പേര്. ഇതൊക്കെ മമ്മൂട്ടി പറഞ്ഞുള്ള അറിവാണ് കേട്ടോ എനിക്ക്, അതാണ് ഞാൻ സ്വയമായിട്ട് കണ്ടെടുത്തതല്ല. അങ്ങനെയാണ് മുഹമ്മദ് കുട്ടി പറഞ്ഞ് ലോപിച്ച് മമ്മൂട്ടിയായത്. പിന്നെ മമ്മൂട്ടിക്ക് നല്ലൊരു പേരായിട്ട് തന്നെ തോന്നി. എങ്കിലും ഇപ്പം വിശ്വംഭരൻ എന്ന് പറഞ്ഞ ഡയറക്ടർക്ക് ഈ മമ്മൂട്ടി എന്നുള്ള പേര് ഹീറോയ്ക്ക് പറ്റിയ പേരാണെന്ന് പുള്ളിക്കാരൻ അത്ര സുഖം പോരാ. അങ്ങനെയാണ് സജിൻ എന്ന പേരിട്ടിരിക്കുന്നത്. എങ്കിലും ഈ പത്രക്കാരൊക്കെ അന്ന് എഴുതി മമ്മൂട്ടി എന്നൊരു പുതിയ നടൻ സജിൻ എന്ന പേരിൽ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായി യഥാർത്ഥ പേര് മമ്മൂട്ടി എന്നായി. ഏതായാലും അപ്പച്ചനോട് ജോളി അവതരിപ്പിച്ചു, അപ്പച്ച ഇങ്ങനൊരു ആഗ്രഹം നമ്മുടെ പുതിയ നടൻ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഒന്ന് അപ്പച്ചനോട് പറയാൻ പറഞ്ഞു, നിർബന്ധിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സേവ്യർ സാറൊന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, ഏതായാലും ഇതിൽ പരസ്യം ചെയ്യുന്ന ഡിസൈനറൊന്ന് വരുത്തിയിട്ട് ഇപ്പോൾ ഡയറക്ടറോടൊന്നും പറയണ്ട, നമുക്ക് ചെയ്യാം. സാധാരണ ഈ സംവിധായകനല്ല തീരുമാനിക്കുന്നത് പോസ്റ്റർ എങ്ങനെ വേണം. ഒരു ഫോർമാലിറ്റിക്ക് പോസ്റ്റർ ഡിസൈൻ ചെയ്തിട്ട് സംവിധായകരെ കാണിക്കും, അത്ര കാണിച്ചോളം നിർബന്ധമൊന്നുമില്ല. അത് വേണം തീരുമാനിക്കുന്നത് ഡിസ്ട്രിബ്യൂട്ടറാണ്. ഡിസ്ട്രിബ്യൂട്ടർക്ക് അറിയാം എവിടെ പോസ്റ്റർ ഒട്ടിക്കണം, എങ്ങനെ വേണം, ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് തീരുമാനിക്കുന്നതൊക്കെ ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ്. മിക്കവാറും സിനിമയ്ക്ക് നിർമ്മാതാക്കൾക്ക് ഒരു 2 ലക്ഷം രൂപ മുടക്കുന്ന നിർമ്മാതാക്കൾക്ക് സിനിമ നിർമ്മിച്ച് തീർക്കാനായിട്ട് ബാക്കി ലക്ഷങ്ങൾ കൊടുക്കുന്നത് ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ്. അതിൽ വ്യവസ്ഥയുണ്ട്, ഇത്ര കമ്മീഷൻ എന്നുള്ള സംഭവമുണ്ട്. എ ക്ലാസ്, ബി ക്ലാസ്, സി ക്ലാസ് ഓടുമ്പോൾ ഇത്ര കമ്മീഷൻ റിലീസിങ്ങിൻ്റെ ഇങ്ങനെ ഉണ്ട്. അത് ഞാൻ പരത്തി പറയുന്നില്ല. ഏതായാലും ഇപ്പോൾ ഡയറക്ടറോട് പറയണ്ടെന്ന് പറഞ്ഞിട്ട് ഡിസൈനറെ വരുത്തി പുതുമുഖം മമ്മൂട്ടിയുടെ ഫോട്ടോ വ്യത്യസ്തമായി കാണിച്ചിട്ട് സേവ്യർ സാറ് പ്രത്യേകിച്ച് പറഞ്ഞു, ഇതിലേ ഈ നമ്മുടെ സുകുമാരൻ്റെയൊക്കെ തല ഡിസൈൻ ചെയ്യുമല്ലോ, അപ്പോൾ എത്രത്തോളം വലിപ്പത്തിൽ 6 ഷീറ്റിൽ സുകുമാരൻ്റെ ഹെഡ് വയ്ക്കുന്നോ അത്രയും തന്നെ വലിപ്പത്തിൽ ഈ പുതുമുഖ നടൻ്റെ പേരും നാടൻ്റെയും കൂടെ തല ഹെഡ് വയ്ക്കാൻ പറഞ്ഞു ഡിസൈൻ. അപ്പോൾ ജോളിക്കാണെങ്കിൽ ഇതിപ്പോൾ സന്തോഷമില്ല. മമ്മൂട്ടിയുടെ അടുത്ത് വാക്ക് കൊടുത്തിട്ടില്ല, ഞാൻ അപ്പച്ചനോട് പറയാം എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. സേവ്യർ സാറ് ഇത് മുൻകൂട്ടി കാണാനുള്ള കഴിവുള്ള ഒരാളാണ് സേവ്യർ സാറ്. ഒരു പുതിയ നടൻ വന്നാൽ എങ്ങനെ നിൽക്കും, എത്ര കാലം നിൽക്കും, എങ്ങനെയാണ് പെർഫോമൻസ്, അവിടെ അഭിനയിച്ചുകൊണ്ടിരിക്കവേ തന്നെ പുതിയ നടനെ പറ്റിയെല്ലാം സേവ്യർ സാർ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും, എങ്ങനെയുണ്ടെന്ന് പെർഫോമൻസൊക്കെ. അപ്പോഴെല്ലാം നല്ല റിപ്പോർട്ടല്ലേ ഉണ്ടെന്ന് കിട്ടുന്നത്. അതും ജോളിയെല്ലാം കൂടെ ലൊക്കേഷൻ ഉണ്ടാവുമല്ലോ. ജോളി നല്ല അഭിനയമാണ്, ഒരു പുതിയ നടനാണെന്ന് തോന്നുമില്ല, നല്ല പെർഫോമൻസാണ് എന്നെല്ലാം പറയുമ്പം സേവ്യർ സാറിൻ്റെ അഭിമാനമുണ്ട്. നല്ലൊരു നടനാണല്ലോ നമ്മൾ ഈ സ്ഫോടനം എന്ന സിനിമയിൽ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ള ഒരു അഭിമാനം. അങ്ങനെ ഏതായാലും ആ പടം ഡിസൈൻ ചെയ്തിട്ട് ഈ മമ്മൂട്ടി കൊടുത്ത് ജോളി പറയാൻ പോയില്ല, ഇങ്ങനെ സംഭവം അപ്പച്ചൻ പറഞ്ഞു സംഭവിച്ചുള്ളത്. ഏതായാലും സ്ഫോടനം റിലീസ് ചെയ്ത ശേഷം ഒരു ദിവസം പോസ്റ്ററൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞല്ലോ, നേരെ ആ സ്ഥലത്ത് തന്നെ പോസ്റ്റർ ഒട്ടിച്ചിട്ട് നേരെ ജോളി മട്ടാഞ്ചേരി പോയിട്ട് മമ്മൂട്ടിയെ വണ്ടിക്കിട്ട് പറഞ്ഞു ഒരു സ്ഥലം വരെ പോകാമെന്ന് പറഞ്ഞു. നേരെ ഈ പറഞ്ഞ സ്പോട്ടിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയിട്ട് പറഞ്ഞു നോക്കാൻ പറഞ്ഞു. ഇനി ബാക്കി മമ്മൂട്ടി പറയുന്നേക്കണം. എൻ്റെ പൊന്ന് സാജ, അക്ഷരാർത്ഥത്തിൽ രോമാഞ്ചം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, കണ്ണുകൾ നിറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, ആനന്ദബാഷ്പമൊക്കെ കേട്ടിട്ടുണ്ടോ? ഈ വികാരങ്ങളെല്ലാം കൂടെ ഒത്തുകൂടിയിട്ട് എൻ്റെ കണ്ണിൽ നിന്ന് എനിക്ക് ആ പോസ്റ്ററിൽ നിന്ന് എടുക്കാൻ പറ്റുന്നില്ല. ഇത്രയും വലിയൊരു ഹീറോ ആയ സുകുമാരനൊപ്പം
എൻ്റെ തല ഇത്രയും വലിപ്പത്തിൽ ഒരു 6 ഷീറ്റിൽ ഞാൻ കണ്ടിട്ട് എനിക്ക് എന്താണെന്ന് അറിയാൻ വയ്യാത്ത രീതിയിലായിപ്പോയി എന്ന് മമ്മൂട്ടി എൻ്റെ അടുത്ത് പല ആ ഷൂട്ടിംഗ് സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. 24 മണിക്കൂറും ചാരായം കുടിച്ചിട്ട് കണ്ണും ചുവപ്പിച്ച് ഒരു വഹയ്ക്ക് കൊള്ളാത്ത കണ്ണിൽ പീളം കിട്ടി നടക്കുന്ന ഒരു വൃത്തികെട്ട ഒരു കഥാപാത്രം. എന്തോന്ന് വൈശാഖനോ? എന്ത് വൈശാഖൻ? പോസ്വാമി. അപ്പം അജയ് ഘോഷ് വല്ലാണ്ടായിപ്പോയി. കാരണം അജയ് ഘോഷ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മമ്മൂട്ടിയെപ്പോലൊരു നടനിൽ നിന്നിട്ട് ഒരു വലിയ നടനിൽ നിന്നിട്ട് അദ്ദേഹത്തിൻ്റെ കഥയ്ക്ക് ഇങ്ങനെ ഒരു പ്രതികരണം കൊണ്ടാവുമെന്ന് പുള്ളി സ്വപ്നമേ വിചാരിച്ചില്ല.